അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഈ പെർഫെക്റ്റ് മോഡൽസ് എന്നുള്ളത് ഓരോന്നോരോന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഒന്ന് വുഡ് ഹാവ്, കുഡ് ഹാവ്, ഷുഡ് ഹാവ്, മസ്റ്റ് ഹാവ്, മൈറ്റ് ഹാവ്, ഒപ്പം ക്യാൻ ഹാവ്, ഓട്ട് ടു ഹാവ്. ഓക്കെ, അപ്പോൾ നമുക്കിവയെ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ പ്രയോഗങ്ങൾ, എന്തൊക്കെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്, എങ്ങനെ ഇത് ഉപയോഗിക്കുക എന്നുള്ളത് പരിശോധിക്കാം. അപ്പോൾ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ആദ്യത്തെ മോഡൽ വേർബ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് വുഡ് ഹാവ് ഡൺ ആണ്. ഡൺ എന്ന് പറയുന്ന ഒരു വെർബ് കൂടി കൂട്ടിയാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. ഡു എന്ന് പറയുന്ന വേർഡിൻ്റെ V3 രൂപമാണ് ഡു, ഡിഡ്, ഡൺ അല്ലേ, ഡൺ എന്ന് പറയുന്നത്. അതായത് വുഡ് ഹാവ് പറയുമ്പോൾ വുഡ് ഹാവിൻ്റെ കൂടെ നമ്മൾ V3 കൂടെ പറയേണ്ടതുണ്ട്. അപ്പോൾ വുഡ് ഹാവ് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ കൃത്യമായി മലയാളീകരിക്കുകയാണെങ്കിൽ ചെയ്തിട്ടുണ്ടാകുമായിരുന്നു, വുഡ് ഹാവ് ഡൺ, ചെയ്തിട്ടുണ്ടാകുമായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ വളരെ കൃത്യമായിട്ട് മലയാളത്തേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വുഡ് ഹാവ് ഡൺ എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടുണ്ടാകുമായിരുന്നു. വുഡ് ഹാവ് സെറ്റ് പറഞ്ഞിട്ടുണ്ടാകുമായിരുന്നു. വുഡ് ഹാവ് ആസ്ക്ഡ് ചോദിച്ചിട്ടുണ്ടാകുമായിരുന്നു. വുഡ് ഹാവ് തോട്ട് ചിന്തിച്ചിട്ടുണ്ടാകുമായിരുന്നു. വുഡ് ഹാവ് ഗോൺ പോയിട്ടുണ്ടാകുമായിരുന്നു. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ഈ ഡണ്ണിന് പകരം ഏത് വെർബാണെങ്കിലും അതിൻ്റെ V3 ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വുഡ് ഹാവ് പ്ലസ് V3. ഗോട്ട് ഇറ്റ്? ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ ഈ ചെയ്തിട്ടുണ്ടാകുമായിരുന്നു എന്ന് പറയുന്ന സിറ്റുവേഷൻ എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഇംഗ്ലീഷിൽ ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള ഒരു പാസ്റ്റ് ആക്ഷൻ പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ദറ്റ് മീൻസ് നമ്മൾ ഊഹിച്ചുകൊണ്ട്, അതായത് നടന്നിട്ടില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ, സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നതിനെയാണ് ഹൈപ്പോത്തറ്റിക്കൽ ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സംഭവിച്ചിട്ടില്ലാത്ത ഹൈപ്പോത്തറ്റിക്കൽ പാസ്റ്റ് ആക്ഷനാണ്. ഓക്കെ, ടു എക്സ്പ്രസ് എ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ഇൻ ദ പാസ്റ്റ് ആക്ച്വലി വിച്ച് ഹാസ് നോട്ട് ബീൻ ഹാപ്പൻഡ്. സംഭവിച്ചിട്ടില്ല, വിച്ച് ഹാഡ് നോട്ട് ബീൻ ഹാപ്പൻഡ്, അത് സംഭവിച്ചിട്ടില്ല, നടന്നിട്ടില്ല. എങ്കിലും അങ്ങനെ നടന്നിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കുറച്ചുകൂടെ കൃത്യമാവണമെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. നീ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ സഹായിച്ചിട്ടുണ്ടാകുമായിരുന്നു. നീ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നീ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ സഹായിച്ചിട്ടുണ്ടാകുമായിരുന്നു. അപ്പോൾ അവിടെ ചെയ്തിട്ടുണ്ടാകുമായിരുന്നു അല്ലേ? എപ്പോൾ? നീ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കും? ഇഫ് യു ഹാഡ് ടോൾഡ് മീ ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു. ഇഫ് യു ഹാഡ് ടോൾഡ് മീ ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു. ഇഫ് യു ഹാഡ് ടോൾഡ് മീ ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു. നീ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ, അത് കഴിഞ്ഞിട്ട് വരുന്ന ക്ലോസ് ആണ് ശ്രദ്ധിക്കുന്നത്. ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു. ഞാൻ നിന്നെ സഹായിച്ചിട്ടുണ്ടാകുമായിരുന്നു. അപ്പോൾ മനസ്സിലായ? ഐ വുഡ് ഹാവ് പ്ലസ് ഡൺ. ഐ വുഡ് ഹാവ് ഹെൽപ്ഡ്. ഐ വുഡ് ഹാവ് സപ്പോർട്ടഡ്. ഐ വുഡ് ഹാവ് ടോൾഡ്. ഐ വുഡ് ഹാവ് സംതിങ് എന്തു പറയാം. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാകുമായിരുന്നു, ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടാകുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള പാസ്റ്റ് ആക്ഷനാണ് പറയുന്നത്. ഇതൊരു കണ്ടീഷണൽ സെൻറ്റൻസിലാണ് പൊതുവെ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, നമുക്ക് മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. മീറ്റിങ്ങിനെ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടാകുമായിരുന്നു. ഇഫ് ഐ ഹാഡ് നോൺ അബൌട്ട് ദ മീറ്റിംഗ്, ഇഫ് ഐ ഹാഡ് നോൺ അബൌട്ട് ദ മീറ്റിംഗ്, ഞാൻ പങ്കെടുത്തിട്ടുണ്ടാകുമായിരുന്നു. ഐ വുഡ് ഹാവ് അറ്റൻഡഡ്. ഇഫ് ഐ ഹാഡ് നോൺ അബൌട്ട് ദ മീറ്റിംഗ് ഐ വുഡ് ഹാവ് അറ്റൻഡഡ് ദ മീറ്റിംഗ്. മനസ്സിലായോ? അപ്പോൾ ഒരു കാര്യം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകുമായിരുന്നു. അപ്പോൾ വുഡ് ഹാവ് പ്ലസ് ഡൺ, വുഡ് ഹാവ് ഡണ്ണിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്തിട്ടുണ്ടാകുമായിരുന്നു എന്നാണ്. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള മലയാളം കിട്ടിയല്ലോ. നിങ്ങൾക്ക് ഒരുപാട് സെൻറ്റൻസുകൾ ഇതുപോലെ പറഞ്ഞ് പരിശീലിക്കാം. സമയക്കുറവ് കാരണം ഞാൻ കൂടുതൽ എക്സാമ്പിൾസ് ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല. കൂടുതൽ എക്സാമ്പിൾസ് താഴെ നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടേതായ രൂപത്തിൽ ഈ വുഡ് ഹാവ് ഡൺ ഫോർമാറ്റിൽ കുറച്ച് സെൻറ്റൻസസ് നിങ്ങൾ എടുക്കുക. ഓക്കെ, എന്തായാലും ഹൈപ്പോത്തറ്റിക്കൽ പാസ്റ്റ് ആക്ഷൻസ് ആണ്. സംഭവം കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകുമായിരുന്നു. ഇനി സാധിക്കില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ കണ്ടീഷണലാണ്. ദറ്റ് മീൻസ് ദറ്റ് കനോട്ട് ബി ഹാപ്പൻഡ് അഗൈൻ. അത് ഇനി സംഭവിക്കില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ സംഭവിക്കുമായിരുന്നു. ഹൈപ്പോത്തറ്റിക്കലാണ്. ഇനി സംഭവിക്കില്ല, ഒരിക്കലും സംഭവിക്കില്ല. പഴയ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, നീ നിൻ്റെ കല്യാണത്തിന് എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ വന്നിട്ടുണ്ടാകുമായിരുന്നു. നീ ക്ഷണിച്ചില്ല, ഞാൻ വന്നിട്ടുമില്ല.
അല്ലേ? കല്യാണം കഴിഞ്ഞ് 10-12 മക്കളൊക്കെ ആയതിന് ശേഷം പറയുന്നത്, നീ അന്ന് തന്നെ നിൻ്റെ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ വന്നിട്ടുണ്ടാകുമായിരുന്നു. ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് മീ for your marriage or for your wedding, if you had invited me for your wedding, I would have come. I would have attended the wedding party. Got it? ഇനി അത് സാധ്യമല്ല. ഓക്കെ, അപ്പോൾ അതാണ് ഒരു കാര്യം ചെയ്തിട്ടുണ്ടാകുമായിരുന്നു എന്ന് പറയാനാണ് would have പ്ലസ് V3 ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് മോഡൽ വേർബ് എന്ന് പറയുന്നത് could have done ആണ്. കുഡ് ഹാവ് എന്ന് പറയുമ്പോൾ അതിനെ കൃത്യമായി മലയാളിച്ച് ഞാൻ പറയുന്നത് ചെയ്യാമായിരുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. കുഡ് ഹാവ് ഡൺ, ചെയ്യാമായിരുന്നു. ഇവിടെ ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ഓർ മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ഓർ മിസ്ഡ് പോസിബിലിറ്റി. ഒരു പോസിബിലിറ്റി അല്ല, ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അതിന് സാധ്യമല്ല. കുഡ് ഹാവ് ഡൺ, ചെയ്യാമായിരുന്നു. കുഡ് ഹാവ് ഡൺ, ചെയ്യാമായിരുന്നു. ടു ടോക്ക് അബൌട്ട് എ പാസ്റ്റ് പോസിബിലിറ്റി ഓർ എബിലിറ്റി ദറ്റ് വാസ് നോട്ട് റിയലൈസ്ഡ്, യാഥാർത്ഥ്യമായില്ല. ഓക്കെ, ഓർ ടു എക്സ്പ്രസ് എ റിഗ്രറ്റ് ഓർ എന്താ പറയുക, എ മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ഓർ റിഗ്രറ്റ്സ്. ഉദാഹരണമായിട്ട് നമുക്ക് നോക്കാം. ഐ കുഡ് ഹാവ് ഗോൺ ടു ദ പാർട്ടി. ഐ കുഡ് ഹാവ് ഗോൺ ടു ദ പാർട്ടി ബട്ട് ഐ വാസ് ടു ടയർഡ്. എനിക്ക് ആ പാർട്ടിക്ക് പോകാമായിരുന്നു, അങ്ങനെ ചെയ്യാമായിരുന്നു. ഐ കുഡ് ഹാവ് ഗോൺ ടു ദ പാർട്ടി ബട്ട് ഐ വാസ് ടു ടയർഡ്. പക്ഷേ ഞാൻ വളരെയധികം ക്ഷീണിതനായിരുന്നു, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. ഐ ഡിഡ് നോട്ട് ഗോ ദെയർ ബിക്കോസ് ഐ വാസ് ടയർഡ്. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത്. ഇതൊരു പാസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഒരു റിഗ്രറ്റ് കൂടിയാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യാമായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം, കുഡ് ഹാവ് ഡൺ. മറ്റൊരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം. ദേ കുഡ് ഹാവ് കോൾഡ് മീ ഏർലിയർ. ദേ കുഡ് ഹാവ് കോൾഡ് മീ ഏർലിയർ. അവർക്ക് എന്നെ നേരത്തെ വിളിക്കാമായിരുന്നു. ദേ കുഡ് ഹാവ് ഇൻവൈറ്റഡ് മീ ഏർലിയർ ബട്ട് ദേ ഫോർഗോട്ട്. ബട്ട് ദേ ഫോർഗോട്ട് ഓർ ബട്ട് ദേ ഹാവ് ഫോർഗോട്ടൻ. അപ്പോൾ അവർക്ക് എന്നെ നേരത്തെ വിളിക്കാമായിരുന്നു, ചെയ്യാമായിരുന്നു, പക്ഷെ അവർ ചെയ്തില്ല. മനസ്സിലായില്ലേ? അതാണ് നമ്മളിവിടെ പറയുന്നത്. മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ഒരു പോസിബിലിറ്റിയെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മിസ്ഡ് ഓപ്പർച്യൂണിറ്റി, ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായിപ്പോയി. അതർവൈസ് വി ആർ ടോക്കിംഗ് അബൌട്ട് സം റിഗ്രറ്റ്. ഓക്കെ, ദേ കുഡ് ഹാവ് കോൾഡ് മീ ഏർലിയർ. ദേ കുഡ് ഹാവ് കോൾഡ് മീ ഏർലിയർ ബട്ട് ദേ ഫോർഗോട്ട്. പക്ഷെ അവർ മറന്നുപോയി. അപ്പോൾ ചെയ്യാമായിരുന്നു എന്ന് പറയുന്ന അർത്ഥത്തിലാണ് ഈ കുഡ് ഹാവ് ഉപയോഗിക്കുന്നത്. ഒരു കാര്യം ചെയ്യാമായിരുന്നു. ഇനി നമുക്ക് അടുത്ത മോഡൽ വേർബിലേക്ക് പോകാം. മേ ഹാവ് ഡൺ. എല്ലാവരും എപ്പോഴും ഉപയോഗിക്കുന്ന പദം മേ ഹാവ് ഡൺ. മേ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനകത്ത് ഒരു പോസിബിലിറ്റിയാണ്, അല്ലേ? എപ്പോഴും ഒരു സാധ്യതയെക്കുറിച്ച് പറയാനാണ് മേ ഉപയോഗിക്കാറുള്ളത്. മേ ഹാവ് ഡൺ, ചെയ്തിട്ടുണ്ടാകുമായിരിക്കും, അല്ലേ? മേ പറയുന്ന എപ്പോഴും അങ്ങനെ സംഭവിക്കായിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മേ ഹാവ് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തിട്ടുണ്ടാകുമായിരിക്കും, പോസിബിലിറ്റിയാണ്, ബട്ട് യു ആർ നോട്ട് ഷുവർ. മേ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പോസിബിലിറ്റി മീൻസ് അല്ലേ 50% ചാൻസ്, അല്ലേ? ആകെ ഒരു 50% ചാൻസ് മാത്രമേ ഉള്ളൂ, അത് ഉറപ്പില്ല. യു ആർ നോട്ട് ഷുവർ, അൺഷുവർ ആണ്, പക്ഷേ പോസിബിലിറ്റി, അല്ലേ? പോസിബിലിറ്റിയാണ്, അൺഷുവർ ആണ്. അപ്പോൾ ടു എക്സ്പ്രസ് എ പോസിബിലിറ്റി അബൌട്ട് സംതിങ് ദാറ്റ് മൈറ്റ് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ്, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മേ എന്ന് പറയുന്ന പ്രസൻ്റ് ആണ്. ബട്ട് മേ ഹാവ് ഡൺ എന്ന് പറയുമ്പോൾ ചെയ്തിട്ടുണ്ടാകുമായിരിക്കും, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകുമായിരിക്കും, ചെയ്തിട്ടുണ്ടാകുമായിരിക്കും എന്നാണ് പറയുന്നത്. അത് ആക്ച്വലി ഇറ്റ്സ് എ പോസിബിലിറ്റി ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്. കുറച്ചൊരു വ്യക്തമാണെങ്കിൽ ഞാൻ ഉദാഹരണം പറയാം. ഷീ മേ ഹാവ് ഫോർഗോട്ടൺ ടു കോൾ യു. ഷീ മേ ഹാവ് ഫോർഗോട്ടൺ ടു കോൾ യു. ഷീ മേ ഹാവ് ഫോർഗോട്ടൺ ടു കോൾ യു. നിങ്ങളെ വിളിക്കാൻ അവൾ മറന്നുപോയിട്ടുണ്ടാകും, അവൾ മറന്നിട്ടുണ്ടാകും, ഒരു പോസിബിലിറ്റിയാണ്. ഷീ മേ ഹാവ് ഫോർഗോട്ടൺ ടു കോൾ യു. ഇതൊരു പോസിബിലിറ്റിയാണ് പറയുന്നത്, ബട്ട് വി ആർ നോട്ട് ഷുവർ, അല്ലേ? നമുക്ക് ഉറപ്പില്ല, അവൾ ചിലപ്പോൾ അങ്ങനെ മറന്നിട്ടുണ്ടാകും. ഷീ മേ ഹാവ് ഫോർഗോട്ടൺ ടു കോൾ യു. ദാറ്റ് മീൻസ് ഇറ്റ്സ് പോസിബിൾ ദാറ്റ് ഷീ ഫോർഗോട്ട് ടു കോൾ യു, ബട്ട് ഐ ആം നോട്ട് ഷുവർ. ദാറ്റ് ഈസ് ദ കേസ്, അല്ലേ? ഓക്കെ, മറ്റൊരു ഉദാഹരണം കൂടെ നോക്കാം. They may have eaten the dinner. They may have finished the dinner. അവർ ഡിന്നർ കഴിച്ചിട്ടുണ്ടാകും. നമ്മളൊരു പോസിബിലിറ്റി നമ്മൾ പറയുകയാണ്. They may have eaten the dinner. അവർ അത്താഴം കഴിച്ചിട്ടുണ്ടാകും, ഡിന്നർ കഴിച്ചിട്ടുണ്ടാകും. They may have eaten. They may have eaten. They may have finished their dinner. അവർ ഡിന്നർ കഴിച്ചിട്ടുണ്ടാകും, പോസിബിലിറ്റിയാണ്. അപ്പോൾ അതിനാണ് മേ ഹാവ് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തിട്ടുണ്ടാകുമായിരിക്കും, ചെയ്തിട്ടുണ്ടാകുമായിരിക്കും. മേ ഹാവ് ഡൺ, ചെയ്തിട്ടുണ്ടാകുമായിരിക്കും. ക്ലിയർ ആയല്ലോ? ദേ മേ ഹാവ് ഓൾറെഡി ഈറ്റൻ ഡിന്നർ. ദേ മേ ഹാവ് ഓൾറെഡി
ഈറ്റൻ ഡിന്നർ. അവർ ഓൾറെഡി ഡിന്നർ അത്താഴം കഴിച്ചിട്ടുണ്ടാകുമായിരിക്കും. ഓക്കെ, അവർ ഓൾറെഡി അത്താഴം കഴിച്ചിട്ടുണ്ടാകുമായിരിക്കും. കാര്യം മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. മൈറ്റ് ഹാവ് ഡൺ. ഈ മേ ഹാവ് ഡണ്ണും മൈറ്റ് ഹാവ് ഡണ്ണും ഒരേ മീനിങ് തന്നെയാണ്. മേ ഹാവ് ഡണ്ണും മൈറ്റ് ഹാവ് ഡണ്ണും മേയുടെയും മൈറ്റിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. രണ്ടും പോസിബിലിറ്റിയെക്കുറിച്ച് പറയുന്നത്. പക്ഷേ ഹി മേ കം, ഹി മൈറ്റ് കം, രണ്ട് തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഹി മേ കം എന്ന് പറഞ്ഞാൽ പോസിബിലിറ്റിയാണ്. മേ വെച്ച് എന്ത് പറഞ്ഞാലും ഉറപ്പില്ല, അൺഷുവറാണ്, ഉറപ്പില്ല. ഹി മേ കം, അവൻ വരും, അല്ലെ വന്നേക്കും, പക്ഷെ ഉറപ്പില്ല. അപ്പോൾ ഹി മൈറ്റ് കം എന്ന് പറഞ്ഞാലോ അവൻ വരുമായിരിക്കും, ഉറപ്പില്ല. പക്ഷേ മൈറ്റ് എന്ന് പറയുമ്പോൾ തീരെ ഉറപ്പില്ല. ഹി മേ കം എന്ന് പറഞ്ഞാൽ 50% ഉറപ്പുണ്ട്. ഹി മൈറ്റ് കം എന്ന് പറഞ്ഞാൽ വളരെ വിരളമായ ചാൻസേ ഉള്ളൂ, ഒരു 25% ഉറപ്പേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് മേ ഹാവ് ഡൺ എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടുണ്ടാകുമായിരിക്കും, മൈറ്റ് ഹാവ് ഡൺ എന്ന് പറഞ്ഞാലും ചെയ്തിട്ടുണ്ടാകുമായിരിക്കും. പക്ഷേ മൈറ്റ് ഹാവ് ഡൺ എന്ന് പറയുമ്പോൾ അതിന് സാധ്യത വളരെ കുറവാണ്. ഈവൻ ലെസ് സർട്ടൈൻ പോസിബിലിറ്റി. ഗോട്ട് ഇറ്റ്? ഈവൻ ലെസ് സർട്ടൈൻ പോസിബിലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി ഇറ്റ് ഈസ് സിമിലർ ടു മേ ഹാവ് ഡൺ, ബട്ട് ഓഫൻ യൂസ് ടു എക്സ്പ്രസ് ഈവൻ മോർ അൺസർട്ടൈനിറ്റി വെൻ വി കമ്പയർ ടു മൈറ്റ് ഹാവ് ഡൺ. ഗോട്ട് ഇറ്റ്? മൈറ്റ് ഹാവ് ഡൺ എന്ന് പറയുന്നതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, സോറി, മേ ഹാവ് ഡണ്ണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മൈറ്റ് ഹാവ് ഡൺ എന്ന് പറയുന്നത് കുറച്ചുകൂടെ വീക്കർ പോസിബിലിറ്റിയാണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ മൈറ്റ് ഹാവ് ഡൺ എന്ന് പറഞ്ഞാലും മേ ഹാവ് ഡൺ പോലെ എന്തായിരിക്കും? ചെയ്തിട്ടുണ്ടാകുമായിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ചെയ്തിട്ടുണ്ടാകുമായിരിക്കും. ഈ ഉദാഹരണം നോക്കിയേ. ദേ മൈറ്റ് ഹാവ് ലെഫ്റ്റ് ഓൾറെഡി ബട്ട് ഐ എം നോട്ട് ഷുവർ. ദേ മേ ഹാവ് ലെഫ്റ്റ് ഓൾറെഡി എന്ന് പറഞ്ഞാലും ദേ മൈറ്റ് ഹാവ് ലെഫ്റ്റ് ഓൾറെഡി എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അപ്പോൾ ദേ മൈറ്റ് ഹാവ് ലെഫ്റ്റ് ഓൾറെഡി ബട്ട് ഐ എം നോട്ട് ഷുവർ. ദേ മേ ഹാവ് ലെഫ്റ്റ് ഓൾറെഡി ബട്ട് ഐ എം നോട്ട് ഷുവർ. രണ്ടും ഒരേ മീനിങ് ആണെങ്കിലും ദേ മൈറ്റ് ഹാവ് ലെഫ്റ്റ് ഓൾറെഡി എന്ന് പറഞ്ഞാൽ തീരെ നമുക്ക് ഉറപ്പില്ല. ഓക്കെ, ബട്ട് ഐ എം നോട്ട് ഷുവർ. ഗോട്ട് ഇറ്റ്? അവർ ദേ മൈറ്റ് ഹാവ് ലെഫ്റ്റ് ഓൾറെഡി നേരത്തെ ചിലപ്പോൾ അവർ നേരത്തെ പോയിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ അവർ നേരത്തെ പോയിട്ടുണ്ടാകുമായിരിക്കും. ദേ മേ ഹാവ് ലെഫ്റ്റ് ഓൾറെഡി എന്ന് പറഞ്ഞാൽ അവർ പോയിട്ടുണ്ടാകുമായിരിക്കും. ദേ മൈറ്റ് ഹാവ് ലെഫ്റ്റ് ഓൾറെഡി, ചിലപ്പോൾ അവർ നേരത്തെ പോയിട്ടുണ്ടാകുമായിരിക്കും. അടുത്തൊരു ഉദാഹരണം നോക്കാം. ഷീ മൈറ്റ് ഹാവ് ഫോർഗോട്ടൺ ടു ടേക്ക് ദി ഡോക്യുമെൻറ്റ്സ്. ഷീ മൈറ്റ് ഹാവ് ഫോർഗോട്ടൺ ടു ടേക്ക് ദി ഡോക്യുമെൻറ്റ്സ്. അതായത് അവൾ ഡോക്യുമെൻ്റ് ചിലപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കില്ല, അത് മറന്നുപോയിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടായിരിക്കും. ഗോട്ട് ഇറ്റ്? അപ്പോൾ അതാണ് ചെയ്തിട്ടുണ്ടാകുമായിരിക്കും എന്ന അർത്ഥത്തിൽ മൈറ്റ് ഹാവ് ഡൺ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് അടുത്തിലേക്ക് വരാം. മസ്റ്റ് ഹാവ് ഡൺ ആണ്. മസ്റ്റ് നമ്മൾ എപ്പോഴും പറയുന്നത് എപ്പോഴാണ്? സാധാരണ രീതിയിൽ ഒരു കമ്പൽഷൻ പറയാൻ വേണ്ടി മസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ മസ്റ്റ് ഹാവ് ഉപയോഗിക്കുന്നത് എപ്പോഴും അസംഷൻ പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സ്ട്രോങ് ആയിട്ടുള്ള അസംഷൻ പറയുമ്പോഴാണ് മസ്റ്റ് ഹാവ് ഉപയോഗിക്കുന്നത്. മസ്റ്റ് ഹാവ് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇതൊരു അനുമാനമാണ്, ഒരു അസംഷനാണ്. എപ്പോഴും അനുമാനം ഉണ്ടാവുക? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കണ്ടിട്ട് നമുക്കതൊന്ന് റീസൺ ഉണ്ടാവും. ആ റീസൺ ഉണ്ടെങ്കിൽ നമ്മൾ അനുമാനിക്കുകയുള്ളൂ, അല്ലേ? അപ്പോൾ ചിലപ്പോൾ സെൻറ്റൻസിൽ നമ്മൾ പറയുന്നതിനകത്ത് റീസൺ ഉണ്ടാവും, ഇനി ചില സമയത്ത് റീസൺ ഇല്ലാതെ നമ്മൾ അനുമാനം പറയാറുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഹി മസ്റ്റ് ഹാവ് ബീൻ ടയേർഡ് ആഫ്റ്റർ ദാറ്റ് ലോങ് ട്രിപ്പ്. അപ്പോൾ അവർ ട്രിപ്പൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തോന്നുകയാണ് ട്രിപ്പ് പോയിട്ടുണ്ട്, അത് റീസണാണ്. അതുകൊണ്ട് ഹി മസ്റ്റ് ഹാവ് ബീൻ ടയേർഡ്, ഇവിടെ ഒരു ബീൻ ഉണ്ട്, അത് പാസീവ് വോയിസിനെ സൂചിപ്പിക്കാനാണ്. അപ്പോൾ ഹി മസ്റ്റ് ഹാവ് ബീൻ ടയേർഡ് ആഫ്റ്റർ ദറ്റ് ലോങ് ട്രിപ്പ്. അപ്പോൾ ആ ലോങ് ട്രിപ്പിന് ശേഷം അദ്ദേഹം ശരിക്കും എന്തായിട്ടുണ്ടാവും? മസ്റ്റ് ഹാവ് ബീൻ ടയേർഡ്, ക്ഷീണിച്ചിട്ടുണ്ടാകും. അപ്പോൾ മസ്റ്റ് ഹാവ് ഡൺ ഇവിടെ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? അനുമാനത്തെക്കുറിച്ചാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കും, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്, അല്ലേ? ഹി മസ്റ്റ് ഹാവ് ഫോർഗോട്ടൺ അബൌട്ട് അവർ മീറ്റിംഗ്. ഹി മസ്റ്റ് ഹാവ് ഫോർഗോട്ടൺ അബൌട്ട് അവർ മീറ്റിംഗ്. നമ്മുടെ മീറ്റിങ്ങിനെ കുറിച്ച് അദ്ദേഹം മറന്നിട്ടുണ്ടാകും. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു അസംഷനാണ് പറയുന്നത്. ഓക്കെ, ഇനി ഞാനൊരു സെൻറ്റൻസ് കൂടെ വേണം ഉദാഹരണമായിട്ട് പറയാം. ഷി മസ്റ്റ് ഹാവ് മിസ്ഡ് ദ ബസ്. അവൾക്ക് ബസ് മിസ്സായിട്ടുണ്ടാകും, അസംഷനാ. ബിക്കോസ് അല്ലെങ്കിൽ ദാറ്റ്സ് വൈ ഷീ ഈസ് ലേറ്റ്, അതുകൊണ്ടാണ് അവൾ വൈകിയത്. അപ്പോൾ അവൾ വൈകിയിട്ടുണ്ട്, അതൊരു റീസണാണ്, അല്ലേ? ആ റീസണിനെ വെച്ചുകൊണ്ട് നമ്മൾ അനുമാനിക്കുന്നത് ഷീ മസ്റ്റ് ഹാവ് മിസ്ഡ് ദ ബസ്. ദാറ്റ്സ് വൈ ഷീ ഈസ് ലേറ്റ്. ഗോട്ട് ഇറ്റ്? അപ്പോൾ മസ്റ്റ് ഹാവ് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് അസംഷൻ, അതായത് അനുമാനത്തെക്കുറിച്ചാണ് പറയുന്നത്.
ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് അടുത്ത മോഡലിലേക്ക് വരാം. ഷുഡ് ഹാവ് ഡൺ. നമ്മളെപ്പോഴും ഷുഡ് ഉപയോഗിക്കുന്ന എപ്പോഴാണ്? ഒരാളൊരു കാര്യം, ഒരു നിർബന്ധമായിട്ടൊരു കാര്യം ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ട്, സജഷനോ അഡ്വൈസോ ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ യു ഷുഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരാളുടെ ഡ്യൂട്ടിയെക്കുറിച്ച് പറയാനാണ് ഷുഡ് ഉപയോഗിക്കുക. പക്ഷേ ഷുഡ് ഹാവ് ഡൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളോടൊരു ഉപദേശമായിട്ടാണ് നമ്മളത് കണക്കാക്കുന്നത്. അതായത് ചെയ്തിട്ടുണ്ടാകണമായിരുന്നു. യു ഷുഡ് ഹാവ് ഡൺ, നീ ചെയ്തിട്ടുണ്ടാകണമായിരുന്നു. യു ഷുഡ് ഹാവ് ഡൺ എന്ന് പറഞ്ഞാൽ നീ അങ്ങനെ ചെയ്തിട്ടുണ്ടാകണമായിരുന്നു. ദിസ് ഇസ് എ കൈൻഡ് ഓഫ് അഡ്വൈസ് അല്ലേ, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള റിഗ്രറ്റ് ആണ്. ഓക്കെ, അപ്പോൾ റിഗ്രറ്റ് ഓർ an advice about past actions, കഴിഞ്ഞു പോയ ആക്ഷനെ കുറിച്ചുള്ള നമ്മുടെ ഒരു അഡ്വൈസ് അല്ലെങ്കിൽ റിഗ്രറ്റ് ആണ്. അപ്പോൾ ടു എക്സ്പ്രസ് റിഗ്രറ്റ് ഓർ ക്രിറ്റിസിസം അബൌട്ട് എ പാസ്റ്റ് ആക്ഷൻ, ഒരു പാസ്റ്റ് ആക്ഷനെ കുറിച്ചുള്ള ഒരു ക്രിറ്റിസിസം അല്ലെങ്കിൽ ഒരു റിഗ്രറ്റ് ഒക്കെ പറയാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷുഡ് ഹാവ് ഡൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടു എക്സ്പ്രസ് എ റിഗ്രറ്റ് or criticism about a past action, ഒരു പാസ്റ്റ് ആക്ഷൻ ഓർ ഡിസിഷൻ, ഒരു തീരുമാനത്തെ. ഓക്കെ, ഇംപ്ലൈങ് ദാറ്റ് ഇറ്റ് വുഡ് ബി ഓർ ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ ടു ഡു സംതിങ് ഡിഫറെൻ്റ്ലി, എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യാമായിരുന്നു എന്ന അർത്ഥത്തിലുള്ള ഒരു ഉപദേശം, ഒരു അഡ്വൈസ് കൂടിയാണ്, അല്ലെങ്കിൽ ഒരു റിഗ്രറ്റ് കൂടിയാണ്. അപ്പോൾ ഷുഡ് ഹാവ് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്തിട്ടുണ്ടായിരിക്കണമായിരുന്നു. ഷുഡ് ഹാവ് ഡൺ, ചെയ്തിട്ടുണ്ടായിരിക്കണമായിരുന്നു. ഷുഡ് ഹാവ് ഡൺ. ഉദാഹരണം, യു ഷുഡ് ഹാവ് കോൾഡ് മീ ഏർലിയർ. നീ എന്നെ വിളിച്ചിട്ടുണ്ടായിരിക്കണമായിരുന്നു. നീ എന്നെ വിളിക്കണമായിരുന്നു, നീ എന്നെ വിളിച്ചിട്ടുണ്ടായിരിക്കണമായിരുന്നു. യു ഷുഡ് ഹാവ് കോൾഡ് മീ ഏർലിയർ. നീ എന്നെ നേരത്തെ വിളിച്ചിരിക്കണമായിരുന്നു. നീ എന്നെ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരിക്കണമായിരുന്നു. യു ഷുഡ് ഹാവ് കോൾഡ് മീ ഏർലിയർ. മറ്റൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഐ ഷുഡ് ഹാവ് സ്റ്റഡീഡ് ഹാർഡർ. ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാകണമായിരുന്നു. ഞാൻ നന്നായിട്ട് പഠിക്കണമായിരുന്നു. ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാകണമായിരുന്നു ഫോർ ദ എക്സാം. ഐ ഷുഡ് ഹാവ് സ്റ്റഡീഡ് ഹാർഡർ ഫോർ ദി എക്സാം. ഐ ഷുഡ് ഹാവ് സ്റ്റഡീഡ് ഹാർഡർ ഫോർ ദ എക്സാം എന്ന് പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് പഠിച്ചിരിക്കണമായിരുന്നു. ദാറ്റ് മീൻസ് ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് ഹാർഡർ ബട്ട് ഐ ഡിഡ്ന്റ്. ഞാൻ പഠിച്ചില്ല, ബട്ട് ഐ ഡിഡ്ന്റ്. ഞാൻ നന്നായിട്ട് പഠിച്ചില്ല, തോറ്റുപോയി പരീക്ഷയിൽ അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഓട്ട് ടു ഹാവ് ഡൺ. ഒരാളോട് ഒരു കാര്യം യു ഷുഡ് ഡു ദാറ്റ്, യു ഓട്ട് ടു ഡു ദാറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്, നിങ്ങളത് ചെയ്യണം എന്നാണ്. പക്ഷെ ഓട്ട് ടു ഉപയോഗിക്കുന്നത് ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായും ഓട്ട് ടു ഹാവ് ഡണ്ണും അതുപോലെ ഷുഡ് ഹാവ് ഡണ്ണിൻ്റെയും മീനിങ് ഒന്ന് തന്നെ ചെയ്തിട്ടുണ്ടാകണമായിരുന്നു, ചെയ്തിട്ടുണ്ടായിരിക്കണമായിരുന്നു എന്ന് തന്നെയാണ്. ഷുഡ് ഹാവ് ഡൺ, ഓട്ട് ടു ഹാവ് ഡൺ, രണ്ടിൻ്റെ അർത്ഥം ചെയ്തിരിക്കണമായിരുന്നു എന്നാണ്, സിമിലർ ടു ഷുഡ്. ബട്ട് ought to have done is more formal, കുറച്ചുകൂടെ ഫോർമലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, which is similar to should have done, but a bit more formal or less common in everyday speech. It suggests that something was the right or expected thing to do in the past. ഒരു ഡ്യൂട്ടിയോ അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തമൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കണമായിരുന്നു എന്ന് പറയാനാണ് ought to have done ഉപയോഗിക്കുന്നത്. ഓക്കെ, ഉദാഹരണം നോക്കിയേ. ഹി ought to have apologized for being late. He ought to have apologized. He ought to have apologized for being late. വൈകിയതിന് അവൻ മാപ്പ് ചോദിച്ചിട്ടുണ്ടായിരിക്കണമായിരുന്നു. മനസ്സിലായില്ലേ? മാപ്പ് ചോദിച്ചില്ല, മാപ്പ് ചോദിച്ചിട്ടുണ്ടായിരിക്കണമായിരുന്നു. അതൊരു വളരെ ഫോർമലായിട്ടുള്ളൊരു കാര്യം പറയുന്നത്, അല്ലെങ്കിൽ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തം പറയുന്നത്. ഓക്കെ, അതായത് ഷുഡ് ഹാവ് ഡണ്ണും ought to have ഡണ്ണും ഈക്വലാണ്. ought to have done കുറച്ചുകൂടെ ഫോർമലാണ്. ഓക്കെ, they ought to have informed as sooner about the delay. ആ ഡിലേയെക്കുറിച്ച് അവർ നമ്മളെ അറിയിച്ചിട്ടുണ്ടായിരിക്കണമായിരുന്നു. they ought to have informed us sooner. they ought to have informed us sooner about the delay. ആ ഡിലേയെക്കുറിച്ച് അവർ നമ്മളോട് സൂണർ, പെട്ടെന്ന് തന്നെ നമ്മളെ അറിയിച്ചിട്ടുണ്ടായിരിക്കണമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ പറയുന്ന 7 പാസ്റ്റ് മോഡൽസുകളുടെ ഉപയോഗം. നിങ്ങൾക്ക് ഈ സെഷൻ ഉപയോഗപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.